സംസ്ഥാനത്തെ 3 ബ്ലോക്കുകളിൽ ഭൂജല ഉപയോഗ നിയന്ത്രണത്തിന് ഫ്ലോ മീറ്റർ സ്ഥാപിക്കുവാൻ വീണ്ടും തീരുമാനം. 2020 ജൂണിൽ ഭൂജല അതോറിറ്റി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരുന്നെങ്കിലും കർഷകരിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് തുടർ നടപടി മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഭൂജല അതോറിറ്റി ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഭൂഗർഭജലത്തിന്റെ ലഭ്യത കണക്കാക്കി ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ 3 ബ്ലോക്കുകളിലാണ് നിയന്ത്രണം വരുന്നത്. ഉത്തരവ് നടപ്പാക്കിയാൽ ഒരേക്കർ സ്ഥലത്ത് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് 5000 ലിറ്റർ ആയിരിക്കും. തെങ്ങ്, പച്ചക്കറി തുടങ്ങിയ കൃഷികൾ വ്യാപകമായ മേഖലകളിൽ ഇത് പ്രതിസന്ധിയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. സംസ്ഥാനത്ത് ചിറ്റൂർ, മലമ്പുഴ, കാസർകോട് ബ്ലോക്കുകളാണ് ഗുരുതര വിഭാഗത്തിലുള്ളത്. എലപ്പുള്ളി, പൊൽപ്പുള്ളി, എരുത്തേമ്പത്തി, കൊഴിഞ്ഞമ്പാറ, നല്ലേപ്പിള്ളി, പെരുമാട്ടി, വടകരപതി എന്നീ പഞ്ചായത്തുകളും ചിറ്റൂർ തത്തമംഗലം നഗരസഭയുമാണ് ചിറ്റൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മലമ്പുഴ ബ്ലോക്കിൽ അകത്തേത്തറ, പുതുപ്പരിയാരം, മലമ്പുഴ, മരുത റോഡ്, പുതുശ്ശേരി, കൊടും പഞ്ചായത്തുകളാണുള്ളത്. ബദിയടുക്ക, ചെമ്മനാട്, ചെങ്കള, കുമ്പള, മധുർ, മോങ്ക്രാൽ, പുത്തൂർ, കാസർകോട് നഗരസഭ എന്നിവ ഉൾപ്പെട്ടതാണ് കാസർകോട് ബ്ലോക്ക്. പുതിയ കുഴൽക്കിണറുകളിൽ സ്ഥാപിക്കുന്ന മോട്ടോറുകളുടെ ശേഷി, ഉപയോഗിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് എന്നിവയ്ക്കുള്ള പെർമിറ്റ് നിയന്ത്രണവും ഇതോടൊപ്പം നടപ്പാക്കാനാണ് തീരുമാനം. കുഴൽക്കിണറിൽ 3 HP മോട്ടോർ ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമേ ഭൂജല അതോറിറ്റി ജില്ലാ ഓഫീസർക്ക് നൽകാനാവൂ. 5 HP മോട്ടോർ ഉപയോഗിക്കാനുള്ള അനുമതിക്കായി കർഷകർ കളക്ടർ ചെയർമാനായ ജില്ലാതല അവലോകന സമിതിയെയും ഇതിനു മുകളിൽ ശേഷിയുള്ള മോട്ടോർ വയ്ക്കാൻ സംസ്ഥാന ഭൂജല അതോറിറ്റിയെയും സമീപിക്കേണ്ടി വരും. ഫ്ലോ മീറ്ററിന്റെ ചെലവായ 7500 രൂപയും കർഷകർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് വിതരണം വൈകാതെ ആരംഭിക്കുമെന്ന് അതോറിറ്റി അധികൃതർ പറഞ്ഞു. വിളയും വിസ്തൃതിയും കണക്കാക്കി വേണ്ടത്ര വെള്ളമെടുക്കാനും ഇതിനാവശ്യമായ മോട്ടോർ പമ്പ് ഉപയോഗിക്കാനും ജില്ലാ തലത്തിൽ അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം.